നമസ്കാരം. പശ്ചിമേഷ്യ യുദ്ധത്തിന്റെ പുകയാൽ മൂടപ്പെട്ട ഒരു ഭൂപ്രദേശം. ഓരോ നീക്കവും ലോകത്തിന്റെ സമാധാന വാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കുന്ന അവസ്ഥ. ഈ സംഘർഷത്തിനിടയിൽ ഒരു പുതിയ ശബ്ദമുയരുന്നു: സംവാദം, സ്ഥിരത, സമാധാനം. അത് മറ്റാരുമല്ല, ആഗോള രാഷ്ട്രീയത്തിലെ നിശബ്ദ ശക്തിയായ ചൈന. US-ഉം ഇറാനും തമ്മിലുള്ള രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ചൈന തന്റെ 4 നിർദ്ദേശങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതൊരു സാധാരണ നയതന്ത്ര ഇടപെടലല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കമിടാനുള്ള ശ്രമമാണ്. വ്യാഴാഴ്ച US-ഉം ഇറാനും തമ്മിൽ നടത്താനിരിക്കുന്ന രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായാണ് ചൈനയുടെ ഇടപെടൽ. UAE-യും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ചൈന സന്ദർശിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കുന്നതിനും വിവിധ മുൻഗണനാ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമായിരുന്നു സന്ദർശനമെന്നാണ് റിപ്പോർട്ട്. ഈ കൂടിക്കാഴ്ചയിൽ വെച്ചാണ് പശ്ചിമേഷ്യയിലെ സമാധാനവും സ്ഥിരതയും ലക്ഷ്യം വെച്ച് ഷീ 4 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതെന്ന് സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. നിരന്തര സംഘർഷങ്ങൾക്കിടയിൽ പ്രാദേശിക വികസന കാര്യങ്ങളിൽ സ്ഥിരത കൈവരിക്കാനുള്ള ശ്രമങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായതാണ് വിവരം. മേഖലയിലെ സമാധാനപരമായ സഹവർത്തിത്വം, വികസനങ്ങൾക്കും സുരക്ഷാ നയങ്ങൾക്കും ഇടയിലെ മികച്ച ഏകോപനം, അന്താരാഷ്ട്ര നിയമം ഉയർത്തിപ്പിടിക്കൽ, ദേശീയ പരമാധികാരത്തോടുള്ള പരസ്പര ബഹുമാനം എന്നീ 4 നിർദ്ദേശങ്ങളാണ് ഷീ ജിൻപിങ് മുന്നോട്ട് വെച്ചത്. പശ്ചിമേഷ്യയിലെ ഗൾഫ് രാജ്യങ്ങൾ അടുത്ത അയൽക്കാരാണ്. അവരെ അകറ്റി നിർത്താനാകില്ല. ഗൾഫ് രാജ്യങ്ങളെ പിന്തുണയ്ക്കുക എന്നത് പ്രധാനമാണ്. ഗൾഫ് മേഖലയുടെ പൊതുവായ സഹകരണവും സുസ്ഥിരമായ സുരക്ഷാ ഘടനയും കെട്ടിപ്പടുക്കാനായി പ്രവർത്തിക്കുക, സമാധാനപരമായ സഹവർത്തിത്വത്തിനുള്ള അടിത്തറ ഏകീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമാണ് എന്നും ചൈന അറിയിച്ചു. അതേസമയം ഇറാന്റെ തുറമുഖങ്ങൾക്കെതിരായ US-ന്റെ ബ്ലോക്കേഡ് അപകടകരവും നിരുത്തരവാദപരവുമാണ് എന്നാണ് ചൈന പ്രതികരിച്ചത്. അമേരിക്കയുടെ നടപടി സംഘർഷം വർദ്ധിപ്പിക്കാനേ ഉപകരിക്കും. വെടിനിർത്തൽ കരാറിനെ ഇത് പ്രതികൂലമായി ബാധിക്കും. കടലിടുക്കിൽ കൂടെയുള്ള ഗതാഗതത്തെ ഇത് കൂടുതൽ സങ്കീർണമാക്കുമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവോ ജിയാകുൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ട്രംപ് ഏർപ്പെടുത്തിയ നാവിക ഉപരോധത്തെ വകവയ്ക്കാതെ അമേരിക്കൻ ഉപരോധമുള്ള റിച്ച് സ്റ്റാർ എന്ന ചൈനീസ് ബന്ധമുള്ള കപ്പൽ ഹോർമൂസ് കടലിടുക്ക് കടന്നുപോയതായും റിപ്പോർട്ടുകളുണ്ട്. യുദ്ധത്തിനും ഉപരോധത്തിനും ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇറാനും സമ്മർദ്ദ നയതന്ത്രം ശക്തമാക്കുന്ന അമേരിക്കയും ഇരുവരും കടുത്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ സംവാദത്തിലൂടെയാണ് പരിഹാരം എന്ന സന്ദേശമാണ് ചൈന നൽകാൻ ശ്രമിക്കുന്നത്. പരസ്പര ബഹുമാനം, സൈനിക സംഘർഷം ഒഴിവാക്കൽ, അന്താരാഷ്ട്ര നിയമങ്ങളുടെ പാലനം, സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കൽ, ഇതാണ് ചൈന മുന്നോട്ട് വയ്ക്കുന്ന 4 നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനം. എന്നാൽ ചൈനയുടെ ഈ നീക്കത്തിനു പിന്നിൽ ശുദ്ധമായ സമാധാന ആഗ്രഹം മാത്രമോ, അതോ ആഗോളവേദിയിൽ കൂടുതൽ സ്വാധീനം ഉറപ്പാക്കാനുള്ള കൃത്യമായ രാഷ്ട്രീയ കണക്കുകൂട്ടലോ? പശ്ചിമേഷ്യൻ അമേരിക്കയുടെ ആധിപത്യത്തിന് ഒരു ബദൽ ശക്തിയായി ഉയരാൻ ചൈന ശ്രമിക്കുന്നുവെന്ന വിലയിരുത്തലും ശക്തമാണ്. ഈ സാഹചര്യത്തിൽ വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന US-ഇറാൻ ചർച്ചകൾക്ക് ചൈനയുടെ ഇടപെടൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്നതാണ് നിർണായകം. ചർച്ചകൾ വിജയകരമാവുകയാണെങ്കിൽ അതൊരു പുതിയ നയതന്ത്ര കൂട്ടുകെട്ടിന് വഴിയൊരുക്കും. എന്നാൽ പരാജയപ്പെട്ടാൽ ഈ നിർദ്ദേശങ്ങൾ വെറും രേഖകളായി മാത്രം ശേഷിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്: ലോകം ഇനി ഒറ്റധ്രുവ രാഷ്ട്രീയത്തിലേക്ക് മാത്രം ഉറ്റുനോക്കുന്നില്ല. പുതിയ ശക്തികൾ, പുതിയ ആശയങ്ങൾ, പുതിയ ഇടപെടലുകൾ, ഇവയൊക്കെ ചേർന്നാണ് ഇന്നത്തെ ആഗോള രാഷ്ട്രീയത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്: ചൈനയുടെ ഈ 4 നിർദ്ദേശങ്ങൾ യുദ്ധത്തിന്റെ തീ അണയ്ക്കുന്ന ജലമായി മാറുമോ, അതോ ശക്തികളുടെ മത്സരത്തിൽ മറ്റൊരു നീക്കമായി മാത്രം ഒതുങ്ങുമോ? വ്യാഴാഴ്ച നടക്കുന്ന ചർച്ചകൾക്ക് മുന്നോടിയായി ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇതിന്റെ ഉത്തരത്തിനാണ്.